അർജുന, സത്യം പറഞ്ഞ ഞാൻ ഇതുവരെ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇനി സ്നേഹിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അമ്മ, അംബിക, കുട്ടി, അങ്ങനെ ഒരുപാട് പേര്. നേരെ തിരിച്ച എൻ്റെ അനുഭവം. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചു. എൻ്റെ ചേച്ചി ഒഴിച്ച് ബാക്കി ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല. മൈന എനിക്ക് എൻ്റെ ജീവനായിരുന്നു. പക്ഷേ അവള് പുഴുത്ത പട്ടിയെ പോലെ എന്നെ വലിച്ചെറിഞ്ഞു. പിന്നെ സ്നേഹം തേടിയൊരു പോക്കായിരുന്നു ഞാൻ. പലരും സ്നേഹം തന്നു, സ്ഥിരമായിട്ടല്ലെന്ന് മാത്രം. ഇനി എനിക്കൊരാളെ വേണം സ്ഥിരമായിട്ട് സ്നേഹിക്കാൻ. എനിക്കൊന്നും വേണ്ട, ഒരു പ്രാർത്ഥനയുള്ളൂ. അമ്പയുടെ കുഞ്ഞിന് എൻ്റെ മോക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. അവള് ജീവനോടുണ്ടായിരുന്നാൽ മതി. ശരവണ സർ, ഒരു 5-6 മണിക്കൂർ കഴിയാതെ ബോധം തെളിയില്ല. ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി കളഞ്ഞേക്കേ. ബോധം തെളിയുമ്പോ ഒന്നും സംഭവിക്കില്ല. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? എടുത്ത് മാറ്റാ. എന്തായി സിദ്ധാർത്ഥ, വല്ല വിവരവും? ഇല്ലടുത്തി, ഒരു വിവരം കിട്ടിയില്ല. സ്കൂളിൽ നിന്നാണോ മിസ്സായത്? സ്കൂൾ വിട്ട ശേഷം. എടുത്തി കുട്ടി തനിയെ പോയതല്ല, ആരോ മനഃപൂർവ്വം കിഡ്നാപ്പ് ചെയ്തതാ. മനഃപൂർവ്വം ഒളിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തത്. നോക്കാത്തതോ അന്വേഷിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ഥലവും ഇല്ല. രാത്രി മുഴുവൻ അലഞ്ഞു. രാത്രി വരില്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ സിധുന്? പറ്റിയില്ല, അത് ചിന്തിച്ചില്ല എന്നുള്ളതാ സത്യം. മനസ്സേ വിഷമിക്കണ്ട, ഓർത്ത് കാണില്ല. ഓർക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ഗൗരിച്ചോട്, പെങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭാര്യ. മോളെ, മോളെന്തിനാ കരയുന്നത്? അമ്മയെ കാണണോ? വാ, ഞങ്ങൾ കാണിച്ചു തരാം. പെട്ടെന്ന് വാ, അല്ലെങ്കിൽ ചിലപ്പോ അമ്മ പോയെങ്കിലോ. അമ്മ ഇപ്പൊ വരും. ഈ ധൈര്യമായിട്ടിരിക്കേ, മോള് വാ. ഇതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കണം അല്ലേ സഹദേവ? നടത്തിയില്ലെങ്കിൽ മാനം പോവൂലേ? അതെന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നുമില്ല, ഇയാള് ചുമ്മാ വട്ട് പറയുന്നതാ. എന്നാ ഇറങ്ങിയാലോ? വെപ്രാളം കാണിക്കാത്തടാ, എല്ലാവർക്കും തരാം. തെണ്ടികളാണെങ്കിലും അകത്തിരിക്കുന്നവരെക്കാൾ ഡീസന്റ് ആയിരിക്കണം നമ്മള്. മഞ്ജു, അതിലെന്തെങ്കിലും ഉണ്ടോ നോക്ക്. ചില തെണ്ടികൾ തൂത്തു വാരി തിന്നും.